നമുക്ക് ഗംഭീര കല്യാണ അച്ചാർ ഉണ്ടാക്കിയാലോ? ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹായ്, പടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കല്യാണ നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. അതായത് കൂടുതൽ ദിവസം നമുക്ക് എടുത്തു വയ്ക്കാനും പറ്റും. ബിരിയാണിക്കൊക്കെ ഒന്ന് തൊട്ടാൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും. എന്തെന്നെ ആയാലും ബിരിയാണിക്ക് നാരങ്ങ അച്ചാർ ഇല്ലാണ്ടിരിക്കാൻ പറ്റുകയില്ല. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാരങ്ങയാണ്. നാരങ്ങയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ തരം നാരങ്ങയുണ്ട്. അതായത് വലിപ്പം, ചെറുപ്പം അങ്ങനെയുള്ള അച്ചാറിന് ഉള്ളതുണ്ട്. പക്ഷേ ഇങ്ങനത്തെ നമ്മൾ നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കൂടുതലാണ്. അതായത് ഇതിൻ്റെ തൊലി ഇത്തിരി കട്ടിയും കൂടുതലായിരിക്കും. ചെറിയ നാരങ്ങ അധികം മൂത്ത് പഴുത്തതായിരിക്കില്ല. പച്ചയിലെ അവർ വലിച്ചതായിരിക്കും നമുക്ക് കൂട്ടി വെച്ച് തരുന്നത്. അത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തിരി കശപ്പുണ്ടാകും. ഇപ്പം ഞാൻ വെച്ച് ചെയ്യുന്നത് 10 കിലോ നാരങ്ങ വെച്ചിട്ടാണ്. നന്നായി നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറിന് എന്തൊക്കെയാണ് വേണ്ട കൂട്ടുമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, നല്ലെണ്ണ, വിനീഗർ, ഉപ്പ്, കായം, വറ്റൽമുളക്, വെളുത്തുള്ളി, പഞ്ചസാര, കടുക്, ഉലുവ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് എന്താണ്? നമുക്കൊന്ന് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നമുക്കൊന്ന് പാത്രം വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ നന്നായി കത്തി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ. ഒരു 2 കൈ ഇടുന്നുണ്ട്, നോക്കിക്കോളൂ. ഒരു 2 കൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? നാരങ്ങ ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നാരങ്ങ 2-3 പ്രാവശ്യം കഴുകി നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. വെള്ളം അടിപൊളിയായിട്ട് തിളയ്ക്കേണ്ടത് നോക്കിക്കോളൂ. നമുക്ക് നാരങ്ങ ഒന്ന് വെള്ളത്തിൽ കൊട്ടി കൊടുക്കാം. അതുപോലെ വെട്ടി തിളയ്ക്കണം, എന്നിട്ടേ ഇടാവൂ. ഒരു 2 മിനിറ്റ് ഇത് ഇങ്ങനെ വയ്ക്കാനും പറ്റില്ല. ഒന്ന് മൂടി വയ്ക്കുക, എടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കുക. അതായത് ഒരു 2 മിനിറ്റ്. ഇതാ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ജെല്ലൊക്കെ പൊട്ടി പുറത്ത് പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാ ഇങ്ങനെ ആകാവൂ. ഇനി ഇതൊന്ന് ചൂടാറും. ഇതാ ഇങ്ങനെ ആകാവൂ. നോക്കുമ്പോൾ നമ്മൾക്ക് ഒന്നിങ്ങനെ തൊട്ട് നോക്കി അറിയാം. ഇങ്ങനത്തെ പാത്രത്തിൽ ചൂടായിട്ട് വെക്കാൻ പാടില്ല. നമ്മളൊന്ന് കൊട്ടി പരത്തി വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേകും. അപ്പോൾ നല്ല ചൂടാറട്ടെ. വെച്ചത് നമ്മൾ ഇങ്ങനെ എടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പൊട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നാരങ്ങയൊക്കെ നല്ലപോലെ ചൂടാറി. നോക്കിക്കോളൂ, നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? വൃത്തിയുള്ള ഇങ്ങനെ ഒരു തുണി എടുക്കുക. വെള്ള തുണിയോ എന്ത് കളർ ഇളകാത്ത ഒരു തുണി എടുക്കുക. അത് കഴിഞ്ഞ് ഈ നാരങ്ങ നമുക്ക് ഓരോന്നായിട്ട് വൃത്തിയായി തുടയ്ക്കണം. ഇതിങ്ങനെ തുടയ്ക്കണ ഭാഗം പറഞ്ഞു തരാം. ഏറ്റവും തുടയ്ക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കാൻ പാടില്ല. ഇതിവിടെ അത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുക്കട്ടെ. നമുക്ക് എന്നിട്ട് കാണാം.
ഇപ്പോൾ നാരങ്ങ വൃത്തിയായി തുടച്ചു കഴിഞ്ഞു, നമ്മുടെ പാത്രവും തുടച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലവർക്ക് ഈ നാരങ്ങ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം തട്ടുമ്പോൾ അലർജി വരാൻ സാധ്യതയുണ്ട്. ഓരോരുത്തർക്കാണ്, എല്ലാവർക്കും എല്ലാം പറയണം. അപ്പോൾ നമുക്കിതുപോലെ ഗ്ലൗസ് എല്ലാ കടയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾക്കിത് കട്ട് ചെയ്യാനും കുരുവെടുക്കാനും ഈസി ആയിരിക്കും. ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്കിതിൻ്റെ നെറുകിൽ പിടിക്കണം. ഇതിൻ്റെ ജെല്ല് പോകും പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ മുറിക്കുന്നത് പ്രത്യേകം കാണിച്ചു തരുന്നത്. കുരുവ ഈ കത്തി കൊണ്ട് തന്നെ നമുക്ക് എടുക്കുക. കുറച്ച് മുറിച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് പ്രത്യേകം തന്നെ നമുക്ക് മാറ്റുക. നല്ലപോലെ നോക്കുക, അതിൽ കുരുവുണ്ടോ നോക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി ഇടണം. ജെല്ല് പോകാതെ എടുക്കുകയും വേണം. ഇപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ട് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 1/2 കിലോനോ 1 കിലോനോ ചെയ്യുമ്പോഴൊന്നും അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ, അതായത് 1 കിലോനോ 2 കിലോനോ 3 കിലോനൊക്കെ നമ്മൾ ചെയ്യുന്നവരുണ്ടാവും. എന്താണ്, നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവിടെ നിറയെ ചെയ്യും, ചിലവർക്ക് കൊണ്ടുപോകാനായിട്ട് ചെയ്യും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഗ്ലൗസ് ഇടണമെന്ന്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ഇങ്ങനെ ഒരു അലർജി വരാനുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാനിതെല്ലാം ഒന്ന് മുറിക്കട്ടെ, ഇതുപോലെ കുരുവ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണാം. അപ്പം അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ മുറിച്ച് കുരുവൊക്കെ എടുത്തു കഴിഞ്ഞു. നോക്കിക്കോളൂ, ഇതാണ് നമുക്ക് കശപ്പാക്കണത്. നന്നായി നോക്കിക്കോളൂ. ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു കൈ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. അടുപ്പ് നന്നായി കത്തുണ്ട്, നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല എണ്ണയാണ് ഒഴിക്കാവോ. ഇപ്പം എണ്ണ നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടോളൂ. കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കിലോ വറ്റൽമുളക് 2ആയി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കൊട്ടിക്കൊടുക്കാം. നോക്കിക്കോളൂ. തീ കമ്മിയെ കത്താവൂ. വറ്റൽമുളക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഇതിൽ 3/4 കിലോ ഉണ്ട്. നോക്കിക്കോളൂ, നല്ല നൈസായി അരിഞ്ഞതാണ്. നല്ല പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായി വാടണം, എന്നിട്ടേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിൻ്റെ നല്ല പച്ചമണമൊക്കെ പോയി. നമുക്ക് ഇനി ഉലുവപ്പൊടിയും കായും ഇട്ട് കൊടുക്കാം. ഒന്നങ്ങനെ വകഞ്ഞ് വയ്ക്കണം. നമുക്ക് ഉലുവപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇടാം. നന്നായി പൊടിച്ച് വെച്ചതാണ്. നിറച്ച് 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പൂവേ വേണ്ടുള്ളൂ. കായ ഇട്ട് കൊടുക്കേണ്ടത് 150 ഗ്രാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 പെട്ടിയുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മൊരിയണ വരെ ഇളക്കി കൊടുക്കണം. അത് ഇതിങ്ങനെ വകഞ്ഞിട്ട് നടുക്കിട്ട് കൊടുത്താൽ മതി. തീ വളരെ കുറവായിരിക്കണം. കത്തിക്കൽ കനലിലേ ഇരിക്കാവോ, എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗ്യാസ് പോലെയല്ല, അടുപ്പിൽ ഇത്തിരി ശ്രദ്ധിക്കണം. അപ്പം ഞാൻ 1 ലിറ്ററിൽ നേരത്തെ 1/2 ലിറ്റർ ഒഴിച്ചു കൊടുത്തത്, ഇനി 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ഒഴിച്ചു കൊടുത്തോളൂ. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അടുത്തതായിട്ട് ഞാൻ 1 കിലോ മുളക് പൊടി ഇടുന്നുണ്ട്. നല്ല വറ്റൽ മുളക്, പൊടിച്ച മുളക് പൊടി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം പോണ വരെ ഇളക്കണം. നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒരു 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഇട്ട് അതിൻ്റെ ഒരു ഇത്തിരി പച്ചപ്പ് പോയ ശേഷം നമുക്ക് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോനാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. കാശ്മീർ മുളക് പൊടി വന്ന് നമുക്ക് എരിവിനല്ല, അത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരു 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തം 2 ലിറ്ററായി.
1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, മഞ്ഞൾപ്പൊടി ഇടുന്നവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അപ്പം ഞാനൊരു 1/2 കിലോ പഞ്ചസാര ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാറിൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നൈസ് തീയൊക്കെ കത്തിച്ച് നമ്മുടെ അച്ചാർ അടിപൊളി ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിനെ ഒന്ന് ഇറക്കി വെക്കണം. ചൂടാറിയിട്ട് നമുക്കിനി കാണാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. നന്നായി നോക്കിക്കോളൂ. ഇതിൽ കളറോ അങ്ങനെ ഒന്നും ചേർത്തിയതല്ല. നന്നായി നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ കല്യാണത്തിന് വിളമ്പണ കല്യാണ അച്ചാർ. ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ. എന്നിട്ട് ഇതിൽ കുറച്ചും കൂടി സാധനം ചേർത്താനിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഇറക്കി വെക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചൂടില്ലാണ്ട് പിടിച്ചത് തുണിയില്ലാണ്ട് വിചാരിക്കും. കനലിലാണ് ഇതൊക്കെ ആകേണ്ടത്. കാരണം എന്താ വെച്ചാൽ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയും. അതുകൊണ്ട് ഞാൻ കനലിൽ തന്നെയാണ് എല്ലാം ആയിരിക്കുന്നത്. നിങ്ങൾ കണ്ടതും തന്നെയാണ്. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. ഇനി ചൂടാറട്ടെ. ഇതിൽ ചെറുതായിട്ടും കൂടി ചേർത്താനുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ബോട്ടിലിൽ എങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ലിറ്റർ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ച് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ഇതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പാത്രത്തിൽ ഒഴിച്ചത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അതായത് എന്താ വെച്ചാൽ അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ വിനീഗർ ഒഴിച്ചിട്ട് ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ഏത് കടകളിലെല്ലാം ഏത് സ്ഥലത്ത് പോയി നോക്കിക്കോളൂ, ഇങ്ങനത്തെ പാത്രത്തിലായിരിക്കും അച്ചാറുകൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ പാത്രമില്ല, വേറെ പാത്രങ്ങളാണ് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഭരണി വേണമെങ്കിൽ അല്ലെങ്കിൽ കൽഭരണി പറയും. ഇങ്ങനെ ഈ 2 എണ്ണത്തിൽ ആക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിലാണ് ആക്കി വെക്കേണ്ടത്. ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബോട്ടിലിൽ എടുത്തിട്ട് എങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഫൈസലാണ്. അപ്പോൾ ഫൈസലിനെ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് വിളിക്കാം. ഞാൻ തേക്കിൻ്റെ ഇല കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ തേക്കിന്റെ ഇലയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ സമയത്തും വാഴയുടെ ഇല വെച്ചിട്ടാണ് വരാറ്. വാഴ കൂടെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതൊന്ന് വെറൈറ്റി ആകാൻ വേണ്ടിട്ട് തേക്കിന്റെ ഇല കൊണ്ട് കല്യാണ നാരങ്ങ അച്ചാർ. അതായത് സ്പെഷ്യലി ബിരിയാണിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. ശരി, ഞാനൊരു പീസ് എടുത്ത് നോക്കട്ടെ. കാരണം എനിക്കിതിപ്പോ കഴിക്കുമ്പോ തന്നെ അറിയാം ഇത് യഥാർത്ഥ ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവില്ല അല്ലേ? ശരിക്കും എത്ര ദിവസം കഴിയണം ഇത്? ശരിക്കും ഒരാഴ്ച കഴിയണം. എന്നാലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. അതെല്ലേ? എന്തായാലും നോക്കാം. നോക്കൂ. കശപ്പില്ല. കശപ്പില്ല. അത് രക്ഷപ്പെട്ടു.
തൊലിയൊക്കെ എങ്ങനെയുണ്ട്? നോക്കട്ടെ. തൊലി അടക്കം കഴിക്കും എല്ലാവരും. സെറ്റാവാനുണ്ട്. കാരണം ഇതിന്റെ തൊലിയിൽ ശരിക്കും പിടിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 10-15 ദിവസം കഴിയണല്ലേ ശരിക്കും ഇത് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒന്നും പറയാനില്ല, അതിങ്ങനെയാണ് പറയാനുള്ളത്. വേറെ എന്താ പറയാനുള്ളത്? ഇപ്പം അധികം എല്ലാ വീട്ടുകളിലും ചില ചെടികളിലും നാരങ്ങ കിട്ടാറുണ്ട്. ഇതേപോലെ അച്ചാറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരു വർഷം വരയ്ക്കും അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതൊരു ഇരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ വെക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് നമുക്ക് ഏകദേശം 1 മാസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം 1 കൊല്ലം വരെ സൂക്ഷിക്കുക. പിന്നെ ഒന്ന് ബിസിനസ് ചെയ്യണവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാനും എളുപ്പം. ഈ അച്ചാർ അധികം ആൾക്കാർ യൂസ് ചെയ്യും. എന്താ വെച്ചാൽ നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. പിന്നെ ഒന്നും എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവർക്ക്, അതായത് വിരുന്നുകാരോ നമ്മൾ ദൂര സ്ഥലത്തേക്കോ ഗർഭിണികൾക്കോ ആർക്ക് വേണമെങ്കിലും വൃത്തിയായി നമുക്കിത് സന്തോഷത്തിൽ കൊടുത്തയക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പം ഇത് നല്ല തിക്കാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നിട്ട് നമ്മൾ വിളമ്പുമ്പോൾ കുറച്ചും കൂടി സുർക്ക ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചിട്ട് ലൂസ് ആക്കിയിട്ട് വിളമ്പാം അല്ലേ? അതും ചെയ്യാം. നമ്മളിപ്പോൾ ഈ കല്യാണത്തിനൊക്കെ അച്ചാർ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ല, നല്ല കോൺസെൻട്രേറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. എന്നിട്ട് അതിൽ നമ്മൾ 2 ലിറ്റർ സുർക്ക ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യും. അതേപോലെ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതല്ല ഡൈല്യൂട്ട് ചെയ്യാതെ കൊടുത്താൽ വളരെ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം അത്രയും സ്ട്രോങ് ആണ് സാധനം പറയാം. അപ്പൊ അടുത്തത് നമുക്ക് ഇനി പാക്കിംഗ് തുടങ്ങാം അല്ലേ? അതായത് ഞാൻ ചില്ല് ബോട്ടിലാണ് പാക്ക് ചെയ്യുന്നത്. അത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ലെവലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതും കൂടെ നിങ്ങൾക്ക് നേരിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പാക്ക് ചെയ്താലോ? നമുക്ക് ഇനി ബോട്ടിലിലാക്കാം. അങ്ങനെ നമ്മൾക്ക് നാരങ്ങയൊക്കെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ മൂടിയിട്ട് വെക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ 10 കിലോ നാരങ്ങ എടുത്തിട്ട് ചെയ്തതാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് വന്നിട്ട് 1 കിലോൻ്റെ ബോട്ടിലാണ്. 400 ഗ്രാം നാരങ്ങ വേണം. എന്നാലേ നമ്മൾക്ക് 1 ബോട്ടിൽ നാരങ്ങ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ കൂട്ടൊക്കെ ചേർന്ന് ആകുമ്പോൾ നമ്മൾക്ക് 1 ബോട്ടിൽ നാരങ്ങ കിട്ടണമെങ്കിൽ 400 ഗ്രാം നാരങ്ങ വേണം. അപ്പം ഞാൻ ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വെക്കാമല്ലോ. ഈ നാരങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം. ഒരു കല്യാണ ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ നമുക്ക് ഉണ്ടാക്കി ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ എന്ത് ഫംഗ്ഷനും ഒരു ബിരിയാണി ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ബിരിയാണിക്കായിക്കോട്ടെ ചോറിനായിക്കോട്ടെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പാക്കിങ് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തേടി വരും ഇത് മേടിക്കാനായിട്ട്. അങ്ങനെയും വീട്ടമ്മമാർക്കും കൂടിയിട്ട് ഞാനിത് നിങ്ങൾക്ക് ഇതിൽ കൂടെ പറഞ്ഞു തരണം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനുമാൾ കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബായ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നായി മൂടി വയ്ക്കാം.